സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ കഥ പറയുന്ന വീഡിയോ സീരീസിലെ 22ാം വോള്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ വോള്യത്തോടുകൂടി ഈ കഥ പറച്ചിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഏകദേശം ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചു നിർത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 1973 യോം കിപ്പോർ വാറിൽ അറബ് ശക്തികൾക്ക് മനസ്സിലായി എത്ര ശക്തി പ്രയോഗിച്ചാലും അവരുടെ ആഗ്രഹമായ ജൂയിഷ് നിർമ്മാർജ്ജനം, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ അവിടെ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ള പരിപാടി നടപ്പില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു. അതോടെ ഹെൻറി കിസിഞ്ചർ എന്ന് പറയുന്ന അമേരിക്കയിലുണ്ടായിരുന്ന വലിയ രാഷ്ട്രതന്ത്രജ്ഞൻ്റെ ശ്രമഫലമായി ഈജിപ്തിനെ ഇത് അങ്ങേയറ്റം ശക്തമായി ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അറബ് ശക്തികളിൽ ഏറ്റവും പ്രമുഖമായ ശക്തി ഈജിപ്തായിരുന്നു. അങ്ങനെ UN-ൻ്റെ നേതൃത്വത്തിൽ ജനീവ പീസ് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു പീസ് കോൺഫറൻസിൽ വെച്ചാണ് യോം കിപ്പോർ വാറിന് വെടിനിർത്തൽ അവസാനമുണ്ടാവുന്നത്. അതിനുശേഷം നിരന്തരമായ ചർച്ചകൾ നടക്കുകയും 1978 അത് ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സിൽ എത്തിച്ചേരുകയും ചെയ്യുകയാണ് ചെയ്തത്. ക്യാമ്പ് ഡേവിഡ് അക്കോർഡിൽ ഒപ്പിട്ടത് മെനാഹം ബെഗിനും ജിമ്മി കാർട്ടറും അൻവർ സാദത്തുമാണ്. അൻവർ സാദത്ത് ഈജിപ്ഷ്യൻ പ്രസിഡന്റാണ്. ഈ കരാറിൽ വെച്ച് ഈജിപ്ത് ഇസ്രായേലിൻ്റെ എക്സിസ്റ്റൻസിനെ അംഗീകരിക്കും, ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നു. പകരമായിട്ട് ഈജിപ്തിനെ സംബന്ധിച്ച് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം സിനായ് വിട്ട് കിട്ടുക എന്നുള്ളതായിരുന്നു. സിനായ് 1967 യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തതാണ്. അത് മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈജിപ്ത് യോം കിപ്പോർ വാർ നടത്തി നോക്കിയത്. അശേഷം സാധിച്ചില്ല, ഒരു ഇഞ്ച് പോലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നീട് ഈ നെഗോസിയേഷൻ ടേബിളിലേക്ക് വരികയും ഈ നെഗോസിയേഷൻ വഴിയായി എങ്ങനെയെങ്കിലും സീനായി രക്ഷപ്പെടുത്തിയെടുക്കണമെന്നുള്ള ഒറ്റ പോയിന്റിലേക്ക് ഈജിപ്ത് എത്തുകയും ചെയ്തു. പാലസ്തീനികളൊക്കെ അവർക്ക് അവരുടെ ഇൻട്രസ്റ്റുകളെക്കാളൊക്കെ വലുതായിട്ട് തങ്ങളുടെ രാജ്യം നഷ്ടപ്പെട്ടു പോയ ഈ പ്രദേശം ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു സിംഗിൾ പോയിന്റിലേക്ക് ആയിപ്പോയി അവരുടെ താല്പര്യം. സ്വാഭാവികമായിട്ടും പാലസ്തീനികൾ ഇഗ്നോർ ചെയ്യപ്പെട്ടു. എന്നുള്ളത് അറബ് ദേശത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പോൾ കിസിഞ്ചർ വലിയ ബുദ്ധിമാനായ മനുഷ്യനാണ്. അദ്ദേഹം അന്ന് അമേരിക്കൻ സൈഡിലുണ്ടായിരുന്ന അറബ് രാജ്യങ്ങൾ സൗദി അറേബ്യയും ജോർദാനും മൊറോക്കോയും മാത്രമാണ്. ബാക്കിയുള്ള രാജ്യങ്ങൾ മുഴുവൻ ഈസ്റ്റേൺ ബ്ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയുടെ പിന്നിലാണ് നിലനിന്നിരിക്കുകയാണ്, ഈജിപ്ത് അടക്കം. അപ്പോൾ ഇതിനകത്തുനിന്ന് അറബ് രാജ്യങ്ങളെ അടർത്തിയെടുത്ത് അമേരിക്കൻ പക്ഷത്തേക്ക് കൊണ്ടുവരേണ്ടത് അമേരിക്കയുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് അങ്ങേയറ്റം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കിസിഞ്ചർക്കറിയാം. അതുകൊണ്ടാണ് ഇസ്രായേലിനോട് ഫർദറായിട്ടുള്ള യുദ്ധങ്ങളിലേക്ക് പോകരുതെന്നും ഇത് നെഗോസിയേഷനിലൂടെ തീർക്കണമെന്നും കിസിഞ്ചർ ആവശ്യപ്പെടുകയുണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ ഈസ്റ്റേൺ ബ്ലോക്കിൽ നിന്ന് അഥവാ റഷ്യൻ ബ്ലോക്കിൽ നിന്ന് അറബ് രാജ്യങ്ങളെ പിടിച്ചു വലിച്ച് അമേരിക്കൻ ചേരിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഈ മൂവ്മെൻറ്റുകളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ക്യാമ്പ് ഡേവിഡ് കരാർ വഴി ഈജിപ്ത് ഇതിൽ ഒപ്പിടുക വഴി വാസ്തവത്തിൽ വീണ്ടും അറബ് രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ഡിവിഷൻ കൂടി വരുത്തി വയ്ക്കാൻ അമേരിക്ക സാധിച്ചു എന്നുള്ളതാണ്. കാരണം ക്യാമ്പ് ഡേവിഡ് കരാറിൽ ഈജിപ്ത് ഒപ്പിട്ടത് ഞാൻ പറഞ്ഞതുപോലെ സിനായ് പ്രദേശം അവർക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രൈമറി താല്പര്യം. സ്വാഭാവികമായിട്ടും പാലസ്തീൻ്റെ താല്പര്യങ്ങൾ അവർ മാറ്റിവെച്ചു. ബാക്കി എല്ലാ അറബ് രാജ്യങ്ങളും അവർക്കാർക്കും ഭൂമി നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ജോർദാനാണ് ഭൂമി നഷ്ടപ്പെട്ടത്. ഭൂമി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ജോർദാൻ്റെ ഭൂമിയല്ല, അത് വെസ്റ്റ് ബാങ്കാണ്. വെസ്റ്റ് ബാങ്ക് പാലസ്തീനികളുടെ പ്രദേശമാണ്. അതുകൊണ്ട് അവർക്കത് സഹിക്കാൻ പറ്റും. നേരെ മറിച്ച് സിനായ് ആരുടെയും പ്രദേശമല്ല, ഈജിപ്തിൻ്റെ സ്വന്തം പ്രദേശമാണ്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ ഈജിപ്തിന് അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഈജിപ്ത് അതിൽ മനസ്സ് വെച്ചു. അങ്ങനെ വന്നപ്പോൾ മറ്റ് അറബ് രാജ്യങ്ങൾ പാലസ്തീനികളുടെ പ്രശ്നങ്ങൾ പ്രോപ്പറായി അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല എന്നതിൻ്റെ പേരിൽ ഈജിപ്തിനെ അറബ് ലീഗിൽ നിന്ന് അവർ പുറത്താക്കി. അപ്പോൾ അറബ് ലീഗിൽ നിന്ന് ഈജിപ്ത് പുറത്തുപോകുക എന്ന് പറഞ്ഞാൽ അറബ്യൻ രാജ്യങ്ങളുടെ തലയറുത്ത് മാറ്റുന്നതാണ്, അറബ് ശക്തിയുടെ തലയറുത്ത് മാറ്റുന്നത് പോലെയാണ് അവർ ചെയ്തത്. അവരുടെ ഇടയിൽ തന്നെ ഉണ്ടാക്കിയ വലിയൊരു സ്പ്ലിറ്റാണ്. ഈജിപ്തിനെ പുറത്താക്കുക വഴി മൊത്തം അറബികളുടെ ശക്തി വല്ലാതെ അങ്ങോട്ട് ക്ഷയിച്ചു പോയി. വാസ്തവത്തിൽ അത് കിസിഞ്ചറുടെ ബുദ്ധിയാണ്. ഇത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈജിപ്ത് അവിടെ ഒറ്റപ്പെടുമെന്നും, ഈജിപ്തിന് ഇതല്ല അത് വേറെ നിവൃത്തിയില്ല, കാരണം അവർക്ക് സിനായ് തിരിച്ചു വേണം, ഈജിപ്ത് അവിടെ ഒറ്റപ്പെടുമെന്നും, അങ്ങനെ ഒറ്റപ്പെടുന്ന സമയത്ത് അറബ് ശക്തികളുടെ ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാമെന്നും അവർ വലിയൊരു ശക്തിയായി വളരുന്നതിന് തടയാൻ സാധിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷനാണ് വാസ്തവത്തിൽ ഇവിടെ പൂവടിഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ക്യാമ്പ് ഡേവിഡിൽ വെച്ച് ക്യാമ്പ് ഡേവിഡ് എന്ന് പറയുന്നത് വാഷിങ്ടണിലുള്ള സ്ഥലമാണ്. അവിടെ വെച്ചിട്ടാണ് ഈ പീസ് അക്കോർഡിൽ ഒപ്പിടുന്നത്. അങ്ങനെ ഈ ഈജിപ്താണ് ആദ്യമായിട്ട് ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു അറബ് രാജ്യമായിട്ട് മാറുന്നത്. അറബ് രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് ഈജിപ്താണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, റെക്കഗ്നൈസ് ചെയ്യുന്നത്. അങ്ങനെ അന്ന് മുതൽ ഈജിപ്തും ഇസ്രായേലും തമ്മിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻസായി, അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ തമ്മിൽ വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾ പറക്കലായി, യാത്ര അനുവദിക്കലായി, അങ്ങനത്തെ കാര്യങ്ങൾ അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മറ്റ് അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇതിൽ നിന്ന് വിട്ടു നിന്നു. ജോർദാൻ ഇതിനകത്ത് പിണങ്ങി മാറിയിരുന്നു.
ബാക്കി സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളൊന്നും ഇതിനോട് സഹകരിക്കാൻ തയ്യാറായില്ല, ഇസ്രായേലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തയ്യാറായില്ല. അപ്പോൾ പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സാധനം 1964 ഫോം ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് പിന്നീട് അവരെ ഇതിൽ പങ്കെടുപ്പിക്കണമെന്നുള്ളതായിരുന്നു മറ്റ് അറബ് രാജ്യങ്ങളുടെ ഒരു താല്പര്യം. അപ്പോൾ പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ നിരവധിയായിട്ടുള്ള ഭീകരപ്രവർത്തനങ്ങളിൽ ആ സമയത്ത് ഒരു ഭീകര സംഘടനയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിനെ ഒരു തരത്തിൽ റെക്കഗ്നൈസ് ചെയ്യുകയില്ല എന്നുള്ള നിലപാടിൽ അമേരിക്കയും ഇസ്രായേലും ഉറച്ചു നിൽക്കുകയും അങ്ങനെ PLO ഉൾപ്പെടുത്താത്തതിന് പേരിൽ മറ്റ് അറബ് രാജ്യങ്ങൾ വിട്ടുനിൽക്കുകയും ഈജിപ്തിൽ വരികയും അങ്ങനെ ഈജിപ്തുമായിട്ട് പിന്നെ ഒരു സെറ്റിൽമെൻറ്റിലെത്തുകയും അങ്ങനെ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി ഈജിപ്തിൽ നിന്ന് ആക്രമണങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അറബ് ശക്തിയിൽ പ്രധാനപ്പെട്ട ശക്തി ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ ചേരിയിലേക്ക് വരികയും ചെയ്തു. റഷ്യൻ ചേരി വിട്ട് ഈജിപ്ത് അമേരിക്കൻ ചേരിയിലേക്ക് വരുന്നു. അപ്പം പിന്നെ ഈ ഒരു വാക്വം ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും ഇറാഖിലെ സദ്ദാം ഹുസൈൻ വളർന്നു വരുന്നത്. ഈജിപ്ത് അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അറബ് ശക്തികളുടെ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ ഒരു നേതൃസ്ഥാനത്തേക്ക് ഇറാഖ് പൊന്തി വരികയും അങ്ങനെ പിന്നെ സദ്ദാം ഹുസൈൻ അവിടെ ആളായി വരികയും ചെയ്യുന്നു. ആ സമയത്താണ് ഇത് 1978 ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്. ആ സമയത്ത് ലോക ചരിത്രത്തിലെ പ്രത്യേകിച്ചും ഈ ഇസ്ലാമിക് വേൾഡിൽ വലിയ ചേഞ്ചസ് ഉണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് സംഭവിച്ച വർഷമാണത്. 1979 ഷാ ഭരണകൂടം ഇറാഖിൽ അട്ടിമറിക്കപ്പെടുകയും അവിടെ ഒരു പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ഭരണകൂടം, ഒരു യാഥാസ്ഥിതിക റിലീജിയസ് ഭരണകൂടം അയത്തുള്ള ഖമൈനിയുടെ നേതൃത്വത്തിൽ വരികയും ചെയ്യുന്നു. 1979 തന്നെയാണ് റഷ്യ അഫ്ഗാനിസ്ഥാൻ പ്രവേശിച്ച് മുജാഹിദുകളുമായിട്ട് യുദ്ധത്തിലേർപ്പെടുന്നത്. അപ്പോൾ അത് ഒരു കമ്മ്യൂണിസ്റ്റ് വേഴ്സസ് ഇസ്ലാം എന്ന തരത്തിൽ ഒരു യുദ്ധം വരുന്നു. വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റും ഇസ്ലാമിസ്റ്റുകളും കൈകോർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ്. അവർ തമ്മിൽ അവിടെ വെച്ച് പിരിയുന്നു. അങ്ങനെ അവർ തമ്മിൽ അടിയാവുന്നു. അപ്പം ലോകത്തിൽ ഈ ഇറാനിൽ മതമൗലികവാദം വളർന്നു വരുന്നു. ലോകത്തിലുള്ള മുഴുവൻ അല്ലെങ്കിൽ അറബ് വേൾഡിലുള്ള മുഴുവൻ മതമൗലികവാദികളും ഒന്നു ചേർന്ന് അഫ്ഗാനിസ്ഥാൻ റഷ്യയെ നേരിടുന്നു. അപ്പോൾ ഇത് മതമൗലികവാദികളുടെ ഒരു വലിയ വളർച്ചയുടെ കാലമായി മാറുന്നു. PLO ആണ് വാസ്തവത്തിൽ 1964 മതമൗലികവാദം എന്ന് പറയുന്ന സാധനം തുടങ്ങി വെച്ചത്. പക്ഷേ പിന്നീട് 78 വാസ്തവത്തിലെ ക്യാമ്പ് ഡേവിഡ് കരാറുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും 79 ഈ മുസ്ലിം തീവ്രവാദം എന്ന് പറയുന്ന ടെററിസം എന്ന് പറയുന്ന സാധനത്തിന് വല്ലാതെ വളം ലഭിക്കുകയും വളരെ പെട്ടെന്ന് വളരുകയും ചെയ്തു. അപ്പോൾ അതിൽ സുന്നികളുടെ ഭാഗത്തു നിന്നുള്ള ഇസ്ലാമിക് ടെററിസം വളർന്നു വരുന്നത് ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അഫ്ഗാനിസ്ഥാൻ റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അഫ്ഗാനിസ്ഥാനിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉണ്ടായിരുന്നത് നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ മുജാഹിദ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവർക്കെതിരെ റിബൽ കളിക്കുകയും ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് രക്ഷിക്കാൻ വേണ്ടി പിന്നെ റഷ്യൻ ഫോഴ്സ് അഫ്ഗാനിസ്ഥാനിൽ കടക്കുകയാണ് ചെയ്തത്. അപ്പം ലോകത്തിലുള്ള മുഴുവൻ ഇസ്ലാമിസ്റ്റുകളും കൂടി ചേർന്ന് റഷ്യയിൽ ഈ അഫ്ഗാനിസ്ഥാനിൽ വരികയും റഷ്യയെ നേരിടുകയും ചെയ്തു. അങ്ങനെ ഈ സുന്നി മത തീവ്രവാദികൾക്ക് അവിടുന്ന് ഒരു ഏകോപനം കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ഷിയ തീവ്രവാദികൾ ഇറാനിൽ അവർക്ക് അവിടെ ഒരു ഏകോപനം കിട്ടി. അപ്പോൾ ഷിയ തീവ്രവാദികളുടെ അല്ലെങ്കിൽ 79 ഇറാനിൽ അധികാരമേറ്റ ഗവൺമെൻറ്, ഷിയ തീവ്രവാദികളുടെ ഗവൺമെൻറ്, മത തീവ്രവാദികളുടെ ഗവൺമെൻറ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായി പറഞ്ഞത് തന്നെ ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ PLOയുടെയും ഈ പ്രഖ്യാപിത ലക്ഷ്യം ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്ത് അവിടെ ഒരു പാലസ്തീൻ രാജ്യം, ഇന്ന് പിന്നെ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ഇസ്രായേൽ പ്രദേശവും വെസ്റ്റ് ബാങ്കും ഗാസയും ഒക്കെ ചേർന്നൊരു പാലസ്തീൻ രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു PLOയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ശരിയാക്കി കൊടുക്കുക അല്ലെങ്കിൽ നടത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇറാനിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ പിന്നെ PLO 1964 എസ്റ്റാബ്ലിഷ് ചെയ്തതിൽ ഞാൻ പറഞ്ഞുവല്ലോ, അതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു. അപ്പോൾ അത് വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നു, പല സ്ഥലത്തും ബോംബ് വയ്ക്കുന്നു, അങ്ങനെ പലതും ചെയ്ത് മ്യൂണിച്ച് ഒളിമ്പിക് അറ്റാക്കിൽ വെച്ച് ഇവർ ജോർദാൻ ബേസ് ചെയ്തിട്ടായിരുന്നു ഇവരുടെ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരുന്നത്. മ്യൂണിച്ച് ഒളിമ്പിക്സിലെ പിന്നെ അത്ലറ്റുകളെ, ഇസ്രായേലി ജൂയിഷ് അത്ലറ്റുകളെ തട്ടിക്കൊണ്ടു പോകുന്ന ആ സംഭവത്തിൽ ജോർദാൻ ഇവരെ അവിടുന്ന് പുറത്താക്കി. അവരുടെ രാജ്യം നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അവർ ലെബനോണിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ലെബനോണിൽ പതുക്കെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്ന സമയമാണ്. അവിടെ പോയിട്ട് അത് PLO അവിടെ ചെന്നിട്ട് അത് മൂപ്പിക്കുന്നു. അങ്ങനെ മൂപ്പിച്ച് 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സിവിൽ വാർ, 1971 മുതൽ 82 വരെ നീണ്ടു നിൽക്കുന്ന ലെബനീസ് സിവിൽ വാർ, വാസ്തവത്തിൽ അതിൻ്റെ റാഡിക്കലായിട്ട് വർക്ക് ചെയ്തത്, കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്തത് PLO ആണ്, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനാണ്. അത് പിന്നെ അവിടുത്തെ ക്രിസ്ത്യാനികളുടെ ഏതാണ്ട് ഉന്മൂലനത്തിൽ അവസാനിച്ച കഥയൊക്കെ ലോകചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്തായാലും ഇവരെ കൊണ്ട് നിവൃത്തി കെട്ട് വന്നപ്പം അവിടെ നിന്ന് അവർ ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ ലെബനോണിൽ ഇൻവൈഡ് ചെയ്യുകയും അവിടെ ഇന്ന് ഹിസ്ബുള്ളക്കിട്ട് ആക്രമിച്ചതുപോലെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ എല്ലാ സ്ട്രോങ് ഹോൾഡ്സും ബോംബ് ചെയ്ത് തകർക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴേക്കും ഈ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അവിടുന്ന് ടുണീഷ്യയിലേക്ക്,
ആഫ്രിക്കൻ രാജ്യമായ ടുണീഷ്യയിലേക്ക് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മാറ്റി. പക്ഷേ അത് 1982 മുതൽ 91 വരെ ഒരു ടുണീഷ്യയിലും ഹെഡാക്കിയാണ് ഓപ്പറേറ്റ് ചെയ്തത്. ആ 91 മുൻപത്തെ 1989 കാലഘട്ടത്തിൽ അവരുടെ എല്ലാ ഹെഡ് ക്വാർട്ടേഴ്സും അവിടെ പോയിട്ട് ഇസ്രായേൽ ബോംബ് ചെയ്ത് കളഞ്ഞു, ടുണീഷ്യയിൽ പോയിട്ട് ബോംബ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇവർക്ക് ഒരു തരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും അങ്ങനെ അവർ നെഗോഷിയേഷൻ ടേബിളിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ പിന്നീട് 1993 ഓസ്ലോ അക്കോർഡ്സ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുന്നത്. അത് പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ തലപ്പത്തുള്ള യാസർ അറഫത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസാക്ക് റാബിനും നോർവേയിലെ ഓസ്ലോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഓസ്ലോ അക്കോർഡ്സ് എന്ന് പറയുന്നത്. ഈ അക്കോർഡ്സ് പ്രകാരം ഇസ്രായേൽ പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ പാലസ്റ്റീൻ ജനതയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് അംഗീകരിക്കുന്നു. കൂടാതെ പാലസ്റ്റീൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്, അത് ഫാത്ത പാർട്ടി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഈ PLO ഫോം ചെയ്തു. ആ പൊളിറ്റിക്കൽ ഓർഗനൈസേഷന് പാലസ്റ്റീൻ അതോറിറ്റി എന്ന പേരിൽ ഒരു ഗവൺമെൻറ് രൂപീകരിച്ച് ഇസ്രായേൽ നിവേശിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കൺട്രോളിലുള്ള വെസ്റ്റ് ബാങ്കിൽ പരിമിതമായ അധികാരത്തോടുകൂടി പാലസ്റ്റീനസ് താമസിക്കുന്ന ലൊക്കാലിറ്റികളുള്ള ഭരണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഈ വെസ്റ്റ് ബാങ്കിൽ പാലസ്റ്റീനിൽ മാത്രമല്ല താമസിക്കുന്നത്, വെസ്റ്റ് ബാങ്കിലെ എൻറ്റയർ ഏരിയയിൽ ഇസ്രായേൽക്കാർ താമസിക്കുന്നുണ്ട്. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്ന ഏകദേശം 7 ലക്ഷത്തോളം ഇസ്രായേൽക്കാർ വെസ്റ്റ് ബാങ്കിൽ താമസമുണ്ട്. അത് വെസ്റ്റ് ബാങ്കിൽ ചെതറിയാണ് അവർ താമസിക്കുന്ന, ഒരു സ്ഥലത്തായിട്ടല്ല. അപ്പോൾ അതിൽ പാലസ്തീനികൾ ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് കോളനി പോലെ താമസിക്കുന്നു. ആ കോളനികളുടെ മേലെയുള്ള ഭരണാധികാരം, സിവിൽ അധികാരങ്ങൾ മാത്രം പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ ഏൽപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് ഓസ്ലോ അക്കോർഡ്സിൽ വെച്ചാണ്. ആ സമയത്ത് ഗാസ സ്ട്രിപ്പിൽ അങ്ങനെ ഇതുപോലെയുള്ള ഇസ്രായേലി സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗാസ സ്ട്രിപ്പിലെ ഭരണവും ഈ പാലസ്റ്റീൻ അതോറിറ്റി ഏൽപ്പിക്കാനായിട്ട് ഓസ്ലോ അക്കോർഡ്സിൽ തീരുമാനിക്കുന്നു. ഈ തീരുമാനം പിന്നീട് വാഷിങ്ടണിൽ വെച്ചിട്ടാണ് സൈൻ ചെയ്യുന്നത്. അത് സൈൻ ചെയ്ത് ഇസാക്ക് റാബിനും യാസർ അറഫത്തും ബിൽ ക്ലിൻ്റനുമാണ്. ബിൽ ക്ലിൻ്റൻ്റെ സാന്നിധ്യത്തിലാണ് ഇത് ഒപ്പിടുന്നത്. അപ്പം ഈ പാലസ്റ്റീൻ അതോറിറ്റിയുടെ അധികാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇവർക്ക് സിവിൽ അധികാരങ്ങൾ മാത്രമാണുള്ളത്. അതും ഈ പാലസ്തീനികളുടെ മേലെ മാത്രമാണ്. പാലസ്തീനികൾ ഇങ്ങനെ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സംഗതിയാണ്. വെസ്റ്റ് ബാങ്കിൽ ഇപ്പോഴും ആ അണ്ടർസ്റ്റാൻഡിങ് തുടർന്ന് വരുന്നുണ്ട്. 2006 ഇലക്ഷനിൽ ഗാസ സ്ട്രിപ്പിൽ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഭൂരിപക്ഷം നേടുകയും അവർ ഈ ഫാത്ത പാർട്ടി അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അവർ തമ്മിൽ ഉണ്ടാവുകയും ഒരുപാട് ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇസ്രായേലിനെ നേരെ തിരികുകയും അവിടെ ഇസ്രായേലും ഹമാസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇസ്രായേൽ ജീനോസൈഡ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ നിലവിളി കേട്ടുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ 2006 അവിടെ നിന്ന് ഇസ്രായേൽ സേന ഈ ഗാസ സ്ട്രിപ്പിൽ നിന്ന് പിൻവാങ്ങണം, അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ജൂയിഷ് സെറ്റിൽമെൻറ്റുകൾ ഒഴിവാക്കിയേക്കാം എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ഗാസയുടെ മുഴുവൻ ബൗണ്ടറീസിലും ഗാസയുടെ എയറും വാട്ടറും അതുപോലെ ബൗണ്ടറീസും മൊത്തം ഇസ്രായേൽ സേനയുടെ കയ്യിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അന്ന് ലോകരാഷ്ട്രങ്ങൾ ഇതിനെ ഓപ്പൺ ജയിലെന്നാണ് വിളിക്കുന്നത്. കാരണം ഇസ്രായേൽ ഇതിനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. കൂടാതെ ഈ ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഏകദേശം 41 കിലോമീറ്റർ നീളം വരുന്ന ഒരു റീജിയനാണ്. ആവറേജ് വീതി 10 കിലോമീറ്ററാണ്. 365 സ്ക്വയർ കിലോമീറ്ററാണ് ഗാസ സ്ട്രിപ്പിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത്. അതിനെ 4 റീജിയൻസ് ആക്കി തിരിച്ചുകൊണ്ട് ഈ 4 റീജിയൻസിലും എൻ്റയർ ബ്രെഡ്ത്തിൽ ഒരു വേലിക്കെട്ട് പോലൊരു സംവിധാനമുണ്ട്. അപ്പം ഓരോ സ്ഥലത്തും ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. നമ്മൾ 4 ചെക്ക് പോയിന്റുകളുണ്ട്. ഈ ചെക്ക് പോയിന്റുകൾ കടന്നാൽ മാത്രമേ അടുത്ത സ്ഥലത്തെങ്കിലും പോകാൻ പറ്റുള്ളൂ. ഈ ചെക്ക് പോയിന്റുകൾ കൺട്രോൾ ചെയ്യുന്നതും ഇസ്രായേലി സേനയാണ്. ബാക്കി ആളുകളുടെ ഇടയിലുള്ള ഇസ്രായേൽ സേനയുടെ സാന്നിധ്യം ഒഴിവാക്കുകയും ഇസ്രായേൽ സെറ്റിൽമെൻറ്റുകൾ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വരുന്ന മൊത്തത്തിലുള്ള ക്രിറ്റിസിസം ഒഴിവാക്കാൻ വേണ്ടി ഈ ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റിലേക്ക് മൊത്തത്തിലുള്ള ഒരു ഭരണത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഹമാസിനെ ഭരണമേൽപ്പിച്ചുകൊണ്ട് അവരവിടുന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് അരിയൽ ഷാരോണിൻ്റെ കാലത്താണ് സംഭവിക്കുക. അരിയൽ ഷാരോണാണ് പ്രൈം മിനിസ്റ്റർ. ആ പ്രൈം മിനിസ്റ്ററുടെ മിനിസ്ട്രിയിൽ ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ടായിരുന്നു. നെതന്യാഹു ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ ഫോഴ്സ് അവിടുന്ന് വിഡ്രോ ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ആ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയുണ്ടായി. അപ്പോൾ അത് പിന്നീട് ഈ ഹമാസിൻ്റെ കയ്യിൽ വരികയും അവിടെ നിരന്തരമായി പല കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയും ഫാത്ത പാർട്ടിയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ കണ്ടത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് കടന്നു കയറിയത്. അപ്പം ഇവിടെ നമ്മൾ ഇസ്രായേലിൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന പിക്ചർ എന്ന് പറയുന്നത് ഇസ്രായേൽ ഇപ്പം എൻ്റയർ റീജിയൻ കൺട്രോൾ ചെയ്യുന്നതാണ്. ഗാസ സ്ട്രിപ്പിൽ ഇപ്പോൾ ഇസ്രായേലാണുള്ളത്. ഇപ്പോൾ വെടിനിർത്തലാണ്, അതിൻ്റെ ന്യൂസുകൾ നമ്മൾ പറയുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിൽ പരിപൂർണമായും ഇസ്രായേൽ നിയന്ത്രണത്തിലാണ്. അവിടെ ഇതുപോലെയുള്ള പാലസ്തീൻ സെറ്റിൽമെൻറ്റുകളിൽ പാലസ്തീൻ അതോറിറ്റിക്ക് നിയന്ത്രിതമായ അധികാരങ്ങളുണ്ട്. എൻ്റയർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭൂപടമായിട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുന്നത്
ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അടങ്ങുന്ന ആ പ്രദേശമാണെന്നുള്ളതും മനസ്സിലാക്കി. നമ്മൾ ഈ കഥ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ 22 വീഡിയോകളിൽ എന്നോട് സഹകരിച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സീരീസ് അവസാനിപ്പിക്കും.